be an amazing place. Feels like a dream. A place of many wonders. And full of life. I open my eyes. Earth is our Pandora. ഗുദാവരിയിലോട്ടാണ് പോകുന്നത്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് സിംവാലി റിസർവോയർ ആണ്. ഇവിടെ നിന്നാണ് തിബ്ഡിസിയിലേക്കുള്ള വാട്ടർ സപ്ലൈ ഒക്കെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ ഇന്നലെ വീഡിയോയിൽ കണ്ട ആ റിവർ സ്റ്റാർട്ടിങ് ഇതാണ്. ഇത് ആർട്ടിഫിഷ്യൽ ആണ്. എന്നിട്ടും ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിബ്ഡിസി വാട്ടർ സപ്ലൈ മൊത്തം അവർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഡിഫെൻസീവായിട്ട് പണ്ടത്തെ ആൾക്കാർക്ക് ഇന്ന പോലെ യുദ്ധമൊക്കെ വരുമ്പോൾ അവർക്ക് ഡിഫെൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം അങ്ങനത്തെ രീതിയിലാണ് ഈ ഇത് വെച്ചിരിക്കുന്നത്. വെള്ള സപ്ലൈയുടെ നേരെ ഓപ്പോസിറ്റിലാണ് ഈ ഫോർട്ട്. ഇതിന്റെ കൂടെ തന്നെ ഒരു പള്ളിയുണ്ട്. നേരെ ഫോർട്ടിന്റെ ഇപ്പുറത്തെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ അന്നത്തെ രാജാവ് ഇന്നപോലെ പ്രിപ്പറേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലം കൂടിയായിരുന്നു അത്. ആൻഡ് ഈ അനന്നൂരി എന്ന് പറയുന്നത് സത്യം പറഞ്ഞ അക്കോർഡിംഗ് ടു ടെയിൽസ് പറയുന്നത് അത് ആ സ്ഥലത്തിന് ആ പേര് വന്നത് ഒരു സ്ത്രീ കാരണമാണ്. പണ്ട് ഈ യുദ്ധത്തിനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പീരിയഡ് ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ ഇതേപോലെ വിത്തിൻ ജോർജിയയിൽ തന്നെ കോൾഡ് വാർ, സിവിൽ വാർ പോലത്തെ ഐറ്റംസ് വരുമായിരുന്നു. അങ്ങനെ വരാൻ നേരത്തായിരുന്നു ഈ അനന്നൂരി ഫോർട്ടസിന്റെ അടിയിൽ കുറച്ച് പാസേജസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈസിലി ക്രോസ് ചെയ്യാൻ പറ്റുന്ന പാസേജസ്. വെള്ളം വരുമ്പോൾ ഫ്ലഡിങ് ആണെങ്കിൽ മാത്രമാണ് ആ പാസേജസ് ബ്ലോക്ക് ആവുന്നത്. അപ്പൊ പണ്ട് ഒരു സ്ത്രീ, അന എന്നാണ് ആ സ്ത്രീയുടെ പേര്, ഫ്രം സ്ഥലത്തിന്റെ പേര് യൂറിൻ. ഓക്കെ, അവരാണ് ഈ കുറെ ആൾക്കാരെ അന്നത്തെ രാജാവിന്റെ അടുത്തുനിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ഈ അണ്ടർഗ്രൗണ്ട് പാസേജസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നതിന് വഴി ആൾക്കാർ എസ്കേപ്പ് ആയി, പക്ഷെ പുള്ളിക്കാരിയെ പിടിച്ചു. ഓക്കെ, അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന്റെ പേര് അനയുടെ അനയും യൂറിയുടെ സ്ഥലത്തിന്റെ യൂറിയും കൂടെ ചേർത്ത് അനന്നൂരി എന്ന് പറയും. പണ്ട് ഇന്ന പോലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ ഒരു മകനുണ്ടായിരുന്നു. മകൻ ഇന്ന പോലെ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയെ ഇഷ്ടപ്പെട്ടു. അപ്പോ ആ സ്ത്രീക്ക് ഒരു ട്വിൻ ഉണ്ട്. അപ്പൊ അവർ രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് കാണാനിരിക്കുന്നത്. പക്ഷെ ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടുപേരുടെയും മുടിയുടെ കളറ് വേറെ. ഒന്ന് കറുപ്പും ഒന്ന് വെളുപ്പുമാണ്. എന്നുവെച്ചാൽ വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലോണ്ട് പോലത്തെ കളർ ടൈപ്പ്. അപ്പോ രാജാവ് സത്യം പറഞ്ഞ ബ്ലോണ്ടിനെ എങ്ങാണ്ടാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഈ ബ്ലാക്ക് മുടിയുള്ള ആള് വിചാരിച്ചു അവരെ ഇഷ്ടപ്പെട്ടത്. അപ്പോ പിന്നീട് രാജാവല്ല പ്രിൻസ് കക്ഷി ഇന്നപോലെ ഇത് കൺഫ്യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പാരന്റ്ലി ഈ ബ്ലാക്ക് മുടിയുള്ള പെണ്ണ് ഇന്നപോലെ സങ്കടപ്പെട്ട് ഇത് ഭയങ്കര ടാസ്കായി. അത് കണ്ട് പുള്ളിക്കാരി ഏതോ ഒരു മലയുടെ മുകളിൽ ചാടിയിട്ടാണ് ആ വെള്ളത്തിന് കറുപ്പ് നിറം വന്നെന്ന് പറയുന്നത്. അതേപോലെ തന്നെ സഹോദരി എനിക്ക് വേണ്ടിയാണല്ലോ മരിച്ചെന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ആളെന്ന് വെച്ചാൽ മറ്റേ ബ്ലോണ്ട് ഹെയർ ഇതേപോലെ തന്നെ അതേ സെയിം മലയെന്ന് കയറിച്ചാണ്. അതുകൊണ്ടാണ് വൈറ്റ് വെള്ളം വരുന്നത്. അതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിവർ എന്ന് പറഞ്ഞ് പറയുന്നത്. എന്തുമാത്രം ലോജിക് ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇതാണ് കുട്ടികളെ അതെ. ഞാനിപ്പോൾ അത് ഗുദാവരിയിലാണ്. റഷ്യ ജോർജിയ മോണ്യുമെൻറ്റ് കാണാൻ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ 1991 ഇവർക്ക് ജോർജിയൻസിന് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. അപ്പോൾ 1991, 1992 ആ ഒരു ടൈമിൽ ഇവരൊരു പീസ് ബ്രിഡ്ജ് ഉണ്ടാക്കിയതാണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് മോണ്യുമെൻറ്റ്. അതാണ് ഈ റഷ്യൻ ജോർജിയൻ ഫ്രണ്ട്ഷിപ്പ് മോണ്യുമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ചുറ്റിലും ഫുൾ മഞ്ഞ് വല കൊണ്ട് കവേർഡ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മേലെയും ഒക്കെ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റുള്ളൂ. താഴെയൊക്കെ കുറച്ച് കാണാൻ പറ്റും. പക്ഷെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ജോർജിയയിൽ വന്നപ്പോൾ തന്നെ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് നല്ല വെയിലായിരിക്കും, ചില സമയത്ത് നല്ല മഴയായിരിക്കും. നല്ല മഴ എന്നല്ല,
സാറ്റലൈറ്റ് ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നാൽ ഒരു ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പാരാഗ്ലൈഡിങ് ചെയ്യാം. എനിക്ക് കുറച്ച് പേടിയുള്ളതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. എനിക്ക് ഹൈറ്റ് പേടിയാണ്. നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഫുൾ മൗണ്ടെയ്ൻസ് ആണ്. അതുപോലെ നമുക്ക് ഇവിടുന്ന് ഒരു പോണ്ടിൻ്റെ വ്യൂ ഉണ്ട്. അതെന്ന് വെച്ചാൽ സ്നോ ഉള്ള ടൈമിൽ ഫുൾ ഫ്രോസൺ ആയിരിക്കും. കാണിച്ചു തരാം. ഞങ്ങൾ കസ്ബഗിയിലുള്ള ഗർഗത്തി ട്രിനിറ്റി ചേർച്ചിലേക്ക് പോവാണ്. കുറച്ച് ഹൈറ്റിൽ കയറാൻ